എല്ലാവർക്കും നമസ്തേ. ഒരു 1-2 മാസം മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു സ്വയം അറിവുള്ളവൻ, ജ്ഞാനി എന്നൊക്കെ ഉം, ധരിച്ചു നടക്കുന്ന ഒരു മാന്യദേഹം കുറച്ച് പൊതികളും ഒക്കെ ആയിട്ട് വന്ന് വലിയൊരു പവർ പ്രസന്റേഷനും ഒക്കെ നടത്തി ഈ പൊതിയൊക്കെ പൊക്കി കാണിച്ചിട്ട് ഏതാണ്ടൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞത്, ഇത് കണ്ടോ, എൻ്റെ കയ്യിലിരിക്കുന്നത് കുറേ ബോംബുകളാണ്. ഹൈഡ്രജൻ ബോംബ്, ആറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബ്, ആ ബോംബ്, ഈ ബോംബ് എന്നും പറഞ്ഞ കുറെ പൊതിയുമായിട്ടാണ് അദ്ദേഹം പത്രക്കാരുടെ മുന്നിൽ പവർ പ്രസന്റേഷൻ ഒക്കെ നടത്തിയത്. എന്നിട്ട് അദ്ദേഹം ആ വേദിയിൽ വെച്ച് 2-3 പൊതികൾ അഴിച്ച് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും മുന്നിൽ ഇരുന്ന പത്രക്കാരല്ല, അരേ വാ, ആള് കൊള്ളാമല്ലോ, ആള് ഭയങ്കരനാണല്ലോ, മറ്റേതാ മറിച്ചതെന്നും പറഞ്ഞ് അവരങ്ങ് ആഘോഷിച്ച് പ്രധാനമന്ത്രിക്കെതിരെയും രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കെതിരെയൊക്കെ ഭയങ്കരമായിട്ട് ഇവരങ്ങ് തകർത്ത് നിറഞ്ഞങ്ങ് ആടി പത്രക്കാർ. അങ്ങനെ ഇരിക്കുമ്പോൾ സമയത്താണ് മനസ്സിലാകുന്നത് അദ്ദേഹം പൊട്ടിച്ചത് ഇച്ചിരിയുള്ള ഓലപ്പടക്കത്തിനെക്കാട്ടി മോശമായിട്ടുള്ള നുണബോംബുകളാണ്. അതോടുകൂടി എല്ലാം കുറച്ച് തൽക്കാലത്തേക്ക് പത്തി അടക്കിയിരിക്കുകയായിരുന്നു. എന്നിട്ട് അവിടെ വെച്ച് അദ്ദേഹം ഒരു 1-2 പ്രഖ്യാപനം നടത്തി. കണ്ടോ, ഈ പൊതി എന്താണെന്ന് കണ്ടോ, ഞാനിത് പൊട്ടിക്കുമ്പോൾ ഇവിടെ മൊത്തം തകർന്ന് തരിപ്പണമാകും. ഇത് ഹൈഡ്രജൻ ബോംബാണ്, ഹൈഡ്രജൻ ബോംബ്. ആ പത്രസമ്മേളനത്തിൽ AICC ആസ്ഥാനത്ത് വെച്ചുള്ള പത്രസമ്മേളനത്തിലും പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അമ്മയും മക്കളും എല്ലാം കൂടെ നമ്മുടെ വയനാട്ടിൽ സന്ദർശനത്തിന് വന്നപ്പോഴും അദ്ദേഹം പൊതിഞ്ഞ പത്രക്കാരോടും ഒക്കെ പറഞ്ഞത്, ഈ പൊതിയൊക്കെ കാണിച്ചിട്ട് കണ്ടോ ഇതെന്തോന്ന് മനസ്സിലായോ? ഞാൻ വിചാരിച്ച അതിൽ വായി നോക്കാൻ വന്നതല്ലേ, അപ്പം വല്ല കടയിൽ നിന്ന് വല്ലതും മേടിച്ച ബോണ്ടയോ വല്ലതും ആയിരിക്കും ഇയാൾ പൊക്കി കാണിക്കുന്ന വെച്ചിരുന്നപ്പോഴാണ് പറഞ്ഞു, ഇതുകൊണ്ടോ ഇതൊന്നുമല്ല, ഞാനിത് അന്ന് കൊണ്ടു നടക്കുന്ന ഈ ന്യൂക്ലിയർ ബോംബാണ്. ഈ പൊതി ഞാൻ അഴിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ആ കസേര വരെ ഇളകും. അത് ഞാനിപ്പോൾ ചെയ്യും. ഞാൻ ആലോചിക്കുക, വാരാണസി ചെന്നിട്ട് അവിടെ നിന്ന് എറിയണോ, അതോ അമേരിക്കയിൽ ചെന്നിട്ട് ജോർജ് സോറോസിൻ്റെ മുറ്റത്ത് നിന്ന് ഡൽഹിക്ക് ഈ പ്രധാനമന്ത്രി കസേരയ്ക്ക് നേരെ എറിയണോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അദ്ദേഹം വലിയ വീരവാദം അടിച്ചൊക്കെ പോയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടും ഇപ്പോൾ ആശാൻ്റെ പൊടി പോലും കാണുന്നില്ല. നമ്മുടെ മാന്നാർമത്തായി സ്പീക്കിങ്ങിൽ ആണെന്ന് തോന്നുന്നു, ഒരു ജനാർദ്ദനൻ്റെ ഒരു കഥാപാത്രമുണ്ട്, ഗർവാസിസ് ആശാൻ. അദ്ദേഹത്തിൻ്റെ കാലാരോ തല്ലി ഓടിച്ചു. ഈ ഗർവാസിസ് ആശാൻ ആ കാല് തല്ലി ഓടിച്ച ആളിനെ തിരക്കി അങ്ങ് നടക്കും. ആര് ഇരുന്നാലും പോയി തപ്പി നോക്കി, ആണെന്നുണ്ടെങ്കിൽ ആളിനെ കണ്ടൽ ഇന്ന ആളാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരുടെ കാല് തല്ലി ഓടിക്കാൻ ശ്രമിക്കും. അതേപോലെ കാല് തല്ലി ഓടിക്കാൻ ശ്രമിക്കുക, വീണ്ടും പുള്ളി അബദ്ധത്തിൽ ചാടുന്ന പോലുള്ള ഒരു കഥാപാത്രമാണ്. നമ്മുടെ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഈ ബോംബും പൊക്കി പിടിച്ചുകൊണ്ട് നടന്നിട്ട് കിട്ടുന്നതെല്ലാം ആ ഗർവാസിസ് ആശാന് കിട്ടിയതിൻ്റെ കൂടി തൻ്റെ നേർക്കാനാണ് ഇതെല്ലാം പൊട്ടുന്നത് എന്നുള്ളത് മനസ്സിലായിട്ട് ആണ് അദ്ദേഹം ഈ ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണവുമായിട്ട് ഇറങ്ങിയത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് നമ്മൾ ഏതൊരു ആയുധം പരീക്ഷിച്ചാലും അണുബോംബ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളതൊരു പരീക്ഷണം നടത്തും. ഒരു മിസൈല് നമ്മൾ അത് സജ്ജമാക്കുന്നതിന് മുമ്പ് പല ഘട്ടത്തിൽ പരീക്ഷണം നടത്തും. അതുപോലെ നമ്മളൊരു റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നതിന് മുമ്പ് അത് പരീക്ഷിക്കും. പല പ്രാവശ്യം പരീക്ഷിച്ച് നോക്കിയിട്ടാണ് നമ്മൾ അത് ബഹിരാകാശത്തേക്ക് അയക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ് ഇദ്ദേഹം ഈ ബോംബെ എന്നും പറഞ്ഞ് പണ്ടായിരുന്ന നമുക്ക് വിചാരിക്കായിരുന്നു ഇനി ബോംബെയിലെങ്ങാനും ചെന്ന് മത്സരിക്കാൻ വേണ്ടി ബോംബെ എന്നും പറഞ്ഞ് മന്ത്രം ഉരുവിട്ടുകൊണ്ട് നടക്കുമെന്നാണ്. പക്ഷെ ഇപ്പം അതിൻ്റെ പേര് മാറ്റി മുംബൈയിൽ നിന്നാക്കിയത് കൊണ്ട് അതല്ല എന്ന് മനസ്സിലായി. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലെ പൊതി ബോംബാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ വിദ്വാന് ഇപ്പം ഒരു അനഗമില്ല. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഊർജം നേടാൻ വേണ്ടി ബോംബ് എറിയാനുള്ള ഊർജം ശരീരത്തിന് എന്തിനാണേലും ഉണർവുന്മേഷമൊക്കെ വേണമെന്നില്ല. ഇത്രയും പവർ പ്രസന്റേഷനൊക്കെ നടത്തി ബോംബ് നിർമ്മാണമൊക്കെ നടത്തി അദ്ദേഹം ക്ഷീണിച്ചപ്പോൾ അദ്ദേഹത്തിന് ശരീരത്തിനൊരു
ഊർജവും ഊർജ്ജസ്വലതയും ഉന്മേഷവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഈ ഇടയ്ക്ക് 2-3 മുങ്ങി. നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ട മലേഷ്യയിലൊക്കെ കുറേ പെണ്ണുങ്ങളുടെ കൂടെയൊക്കെ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ കണ്ടതാണ്. അതും കഴിഞ്ഞ് വന്നിട്ടാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിച്ചു പുള്ളി അങ്ങ് നല്ല ഉഷാറായിട്ടുണ്ട്, അവിടെ പോയി ഇവിടുത്തെ പവർ പ്രസൻറ്റേഷനൊക്കെ നടത്തി അതിൻ്റെ ക്ഷീണമൊക്കെ തീർക്കുക. അത് കഴിഞ്ഞ് ബീഹാറിൽ വോട്ട് സംരക്ഷണ യാത്രയൊക്കെ നടത്തിയ ക്ഷീണം അദ്ദേഹം വിദേശത്ത് പോയി മലേഷ്യയിലും അവിടെയൊക്കെ പോയി കുറേ പെണ്ണുങ്ങളുടെ കൂടെ കുറേ യുവതികളുടെ കൂടെ സഹവസിച്ച് അദ്ദേഹത്തിൻ്റെ ക്ഷീണമെല്ലാം തീർത്ത് ഇപ്പോൾ അതീവ ഉന്മേഷവാനായിട്ട് വന്നു. ഇപ്പോൾ പൊട്ടിക്കുമെന്നും പറഞ്ഞ് എല്ലാ ജനങ്ങളും വളരെയേറെ ആകാംക്ഷയോട് കാത്തിരുന്നിട്ടും ഈ വിദ്വാനൊട്ട് ഈ പൊതി കഴിക്കുന്നുമില്ല, ഇതൊട്ട് പൊട്ടിക്കുന്നുമില്ല. അപ്പം മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം അമേരിക്കയിൽ പോയി കാണും. അദ്ദേഹത്തിൻ്റെ ബന്ധുവുണ്ടല്ലോ, ഈ ഒരു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു തലവൻ ജോർജ് സോറോസ്, ഇദ്ദേഹത്തിൻ്റെ ബന്ധുവാണല്ലോ. അയാളാണല്ലോ ഓരോ ബോംബ് തയ്യാറാക്കി കൊടുക്കുന്നതും ഇവിടെ വരുമ്പോൾ ചീറ്റിപ്പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ വിഡ്ഢിയാനായ പപ്പുവാശ സൊറോസിനോട് പറഞ്ഞു, സൊറോസ് മാമ ഇതുവരെ സൊറോസ് മാമൻ തയ്യാറാക്കി തന്ന ബോംബുകളെല്ലാം ചീറ്റിപ്പോവായിരുന്നു, അതിലെ നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയി, എനിക്ക് തരാമെന്ന് പറഞ്ഞില്ലേ ഹൈഡ്രജൻ ബോംബ്, അത് എത്രയും പെട്ടെന്ന് തരണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ നമ്മുടെ പപ്പുമോൻ സോറോസ് മാമൻ്റെ അടുത്ത് ആണെന്നാ തോന്നുന്നത്. അത് തന്നെയല്ല, ഒരു ശ്രുതി കേൾക്കുന്നത് അവിടെ ഈ മാമനും അനന്തരവനും കൂടെ ഇത് പരീക്ഷണത്തിന് വേണ്ടി തയ്യാറാക്കിയ ബോംബ് ഒന്ന് പൊട്ടിച്ചു. അത് നമ്മൾ സാധാരണ പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടല്ല ഇവർ പൊട്ടിക്കുന്നത്, ഇവർ ഏറുപടക്കം പോലാണ്. അവിടെ നിന്ന് എറിഞ്ഞാൽ ഇല്ല, മിസൈലിൻ്റെ കാര്യം പറഞ്ഞു കേട്ടില്ലേ, അത് പിന്നെ നമ്മൾ കത്തിച്ചു വിട്ടാൽ അത് ലക്ഷ്യസ്ഥാനത്ത് വന്ന് വീണ് പൊട്ടും. അവർക്ക് അതിന് പറ്റാത്തതുകൊണ്ട് അവരെന്തോ ചെയ്യുന്നത്, ഈ ഏറുപടക്കം ഉണ്ടാക്കി എറിഞ്ഞ് പൊട്ടിക്കും, ലക്ഷ്യസ്ഥാനത്ത് പതിച്ച് അവിടെ പൊട്ടിക്കും എന്നുള്ള രീതിയിലാണ് അവർ എറിഞ്ഞ് കല്ല് വറക്കൊക്കെ എറിഞ്ഞൊക്കെയാണ് അവർ ആദ്യം പരിശീലിക്കുന്നത് ലക്ഷ്യം കണ്ടെത്താൻ വേണ്ടി. ആദ്യം ഈ നമ്മുടെ പപ്പുമോൻ കുറെ എറിഞ്ഞ് പരിശീലിച്ചപ്പോൾ അത് ഈ അമ്മാവൻ്റെ സോറോസ് മാമൻ്റെ ഉച്ചിക്കൊക്കെയാണ് കൊണ്ടത്. എന്നിട്ടും അദ്ദേഹം ഈ ഇങ്ങേരെ പഠിപ്പിച്ച് എറിയാനൊക്കെ ഏകദേശം കൊള്ളിച്ച് പഠിപ്പിച്ചൊക്കെ തയ്യാറാക്കി വെച്ചിരുന്ന സമയത്ത് ഇയാൾ തയ്യാറാക്കി വെച്ച ഹൈഡ്രജൻ ബോംബ് അത് ഒരു എറിഞ്ഞതാണ്. നമ്മൾ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഡൽഹിയിലെ ആസ്ഥാനത്തോട്ട് പ്രധാനമന്ത്രിയുടെ കസേരയുടെ കീഴിൽ പൊട്ടിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒരു എറിഞ്ഞത് ഈ അതുവരെ പഠിച്ചു വെച്ച ഉന്നമെല്ലാം തെറ്റിപ്പോയി. ഈ ബോംബ് ചെന്ന് വീണത് അവിടെ എങ്ങാണ്ട് നമുക്കറിയാലോ, അവിടെ നൈൽ നദിയിലോ മറ്റോ വീണിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ അമ്മാവനും അനന്തരവനും കൂടെ, സോറോസ് അമ്മാവനും പപ്പുമോവനും കൂടെ അത് മുങ്ങി തപ്പിക്കൊണ്ടിരിക്കും അത് എടുക്കാൻ വേണ്ടി. അത് കിട്ടിയിട്ട് വേണം ഇനി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അവിടെ നിന്ന് വീണ്ടും ഒന്ന് പ്രയോഗിച്ച് നോക്കാൻ എന്നുള്ള ഒരു ആലോചനയിലാണ് ഈ അമ്മാവനും അനന്തരനും. പിന്നെ ഇവിടെയുള്ള നമ്മുടെ കുറേ വിദ്വാന്മാരുണ്ട്, ഈ പപ്പുമോനെ ഈ നനഞ്ഞ പടക്കമൊക്കെ ഒന്ന് എറിയാൻ പരിശീലിപ്പിച്ചു കൊടുത്ത കക്ഷികൾ. അത് വേണുഗോപാല്, ഇതുപോലുള്ള കേരളത്തിൽ നിന്നുള്ള വേണുഗോപാലിനെ പോലുള്ള വിദ്യാന്മാരും ഒക്കെ ഈ കേരളത്തിൽ ഇപ്പം അത്യാവശ്യം നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഇത് മുങ്ങി തപ്പിയെടുത്ത് കൊടുക്കാൻ പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഈ സ്വർണ്ണപ്പാളി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട്, സ്വർണ്ണപ്പാളി മോഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ശബരിമലയിലെ, അങ്ങനെ നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എന്നേ പറയാൻ ഒക്കത്തുള്ളൂ. കാരണം ഇതിൻ്റെ എല്ലാം തലവൻ ഈ മുഖ്യമന്ത്രിയാണ്, ഈ വകുപ്പുകളുടെ എല്ലാം തലവൻ അദ്ദേഹമാണ്. ഇത് കേരളം ഭരിക്കുന്നത് അദ്ദേഹം അറിയാതെ ഒരു ഇല പോലും ഒരു വകുപ്പിലും അനങ്ങത്തില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എന്ന് തന്നെ പറയാം നടന്ന സ്വർണ്ണപ്പാളി മോഷണത്തെക്കുറിച്ചെതിരായിട്ടുള്ള ശബരിമലയിൽ നടന്ന കോടാനുകൂടി ഈ രൂപയുടെ കിലോ കണക്കിന് സ്വർണം മോടിച്ചുകൊണ്ട് പോയതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സമരത്തിൻ്റെ തിരക്കിലായതുകൊണ്ട് നമ്മുടെ വേണുവാശാന്
ഇത് ബോംബ് തപ്പിയെടുത്ത് കൊടുക്കാൻ പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ചിലപ്പോൾ പോയി തപ്പിയെടുത്ത് കൊടുക്കുമോ, അതോ ഇനി അവർ അമ്മാവനും അനന്തരനും സോറോസ് അമ്മാവനും നമ്മുടെ പപ്പുമോനും കൂടെ തപ്പിയെടുത്ത് കൊണ്ടുവരുമോ എന്നുള്ളത് കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആകാംക്ഷയോടും പ്രതീക്ഷയോടും കാത്തിരിക്കുകയാണ് നമ്മുടെ ഭാരതവാസികളായിട്ടുള്ള ജനങ്ങൾ. കാരണം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അതിനു മുമ്പെങ്കിലും ഈ ബോംബൊന്ന്, ഈ ആറ്റം ബോംബ് എന്ന് പറയുന്ന ഈ സാധനം ഒന്ന് പൊട്ടിച്ച് കാണണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ജനങ്ങൾ. കാരണം ഇയാള് നേരത്തെ പൊട്ടിച്ച ആ നുണബോംബുകൾ കാരണം BJPക്ക് ഒന്നുകൂടെ എന്താ പറയുന്ന ജനസമ്മതി കൂടിയതുകൊണ്ട് ബീഹാറിൽ ഇപ്പോൾ ഒരു ഹിതപരിശോധന അല്ല, അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയപ്പോൾ പറയുന്ന BJP വലിയ ഭൂരിപക്ഷത്തോടെ BJPയും NDA സഖ്യം വലിയ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തുമെന്നാണ് ഇപ്പോഴത്തെ സർവേയിൽ പറയുന്നത്. അത് ഇങ്ങേരുടെ ഈ 1-2 നുണബോംബുകൾ പൊട്ടിച്ചത് അതിനെ ശരിക്ക് ബാധിച്ചിട്ടുണ്ട്. കാരണം ജനങ്ങൾ മനസ്സിലാക്കി ഇയാള് ഈ ഒരു നുണ പറയാനും ഉളുപ്പില്ലാത്തവനും രാജ്യത്തിനെ തകർക്കാൻ പ്രവർത്തിക്കാൻ ഒരു മടിയില്ലാത്തവനുമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ജനങ്ങൾ നേരെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഈ ഒരു ബോംബ് കൂടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഏകദേശം അവിടെ ബീഹാറിലെ കോൺഗ്രസിൻ്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും ജാതകം ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് കൂടുതൽ ഉറപ്പിക്കാം എന്നുള്ളത് കൊണ്ട് ഇയാൾ കൊണ്ടുവരുന്ന ആ ബോംബും പൊതിയും നോക്കിയിരിക്കുകയാണ് ഈ ഭാരതത്തിലെ ജനങ്ങൾ. പ്രിയ സഹോദര, എത്രയും പെട്ടെന്ന് അതിവിടെ കൊണ്ടുവന്ന് പൊട്ടിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് മാത്രമാണ് ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന. ഈ പ്രാർത്ഥന നിങ്ങൾ അമ്മാവനും അനന്തരവനും കേൾക്കണം എന്ന് വിനീതമായി പപ്പുമോനെ അങ്ങയോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.